എറണാകുളം സ്റ്റാൻഡ് ഇത് തന്നെയല്ലേ മോനെ? അതെ. ആ എന്തായാലും എറണാകുളം എത്തി, സമാധാനമായി. എടാ എൻ്റെ മോനെ കണ്ടോ? തങ്കച്ചനെ കണ്ടോ? അല്ല, അവൻ പുറകിലത്തെ സീറ്റിൽ ഇരിക്കുമായിരുന്നു. ഇവിടെ കൊണ്ട് നിർത്തി എൻ്റെ മോൻ തങ്കച്ചൻ. അവൻ എറണാകുളം കാണണമെന്ന് പറഞ്ഞാൽ അവനെയും കൂട്ടിക്കൊണ്ടിങ്ങ് വന്നതാ. അവന് ഛർദ്ദിക്കുന്നേ, അവനെ പുറകെ കൊണ്ട് ഇരുത്തിയതാ. എന്നിട്ട് അവനെ ഇപ്പൊ കാണുന്നില്ല, എവിടെ പോയെന്ന് അറിയത്തില്ല. നീ എവിടെ പോവാ? എന്നെ ഇറങ്ങനെ കണ്ടോ? അരുൺ മേനസേഖരത്തെ സീതാന തങ്കച്ചൻ, എൻ്റെ മോൻ തങ്കച്ചൻ. നീ കണ്ടോ? ദൈവം തമ്പുരാൻ, ഇതുപോലത്തെ വല്ല പെണ്ണുങ്ങളെ കണ്ടില്ല അതിന്റെ പിന്നാലെ പോയതാണോ? ഉസ്ലാം പെട്ടിക്കൊന്നും ഞാനില്ല, എൻ്റെ തങ്കച്ചനെ കൊണ്ട് ഞാൻ പോരുന്നുള്ളൂ. നിങ്ങൾ ഉസ്ലാം പെട്ടിയോ? തങ്കച്ച നീ എവിടെ പോയി കിടക്കുവാ? അമ്മച്ചി നമുക്ക് അതെ അതെ വിട്ടോ വിട്ടോ. ഞാൻ എങ്ങോട്ട്? അതെ മൊത്തം ഒരു ചെറിയ പ്രശ്നമായി. എന്നാ പ്രശ്നം? അമ്മച്ചി എന്നെ ബാക്കി കൊണ്ടു ഛർദ്ദിക്കാനല്ലേ ഇരുത്തിയേ. എടാ മുടിഞ്ഞവനെ, ഞാൻ നിന്നെ തപ്പിയല്ലേ എവിടെയെല്ലാം പോയി അറിയാമോ? എനിക്ക് ഒന്നും പറയണ്ട അമ്മച്ചി. എനിക്ക് ഛർദ്ദിക്കാൻ വന്നു കഴിഞ്ഞാൽ മുടി മണക്കണമെന്നല്ല അമ്മച്ചി പറഞ്ഞു. എന്നെ മുടി മണക്കണം? എനിക്ക് പെട്ടെന്ന് ഛർദ്ദിക്കാൻ വന്നു. അപ്പൊ എന്റെ മുടി എടുത്ത് എനിക്ക് മണക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഞാൻ ഫ്രണ്ടിൽ നിന്ന് ഒരു പെണ്ണിന്റെ മുടി എടുത്ത് മണത്തും, മൊത്തം പ്രശ്നമായി. അവളിപ്പോ ഇങ്ങോട്ട് വരും, അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് പോകാം. എങ്ങോട്ട്? വാ ഇങ്ങോട്ട് വാ, അത് നമുക്ക് പിന്നെ പറയാം. എന്റെ ചെറുക്കനെ കിട്ടിയിടാവേ. ഞങ്ങൾ ഇനി എന്നാ മറൈൻ ഡ്രൈവിലോ എവിടെയാ മേനകയ്ക്ക് പോവാല്ലേ? അമ്മച്ചി വാ. ഇതിലേ കയറുവാ. ഇതുവരെ തീർന്നില്ലേ? ഈ വണ്ടിയൊക്കെ ഇവിടെ കൊണ്ട് വെച്ചേക്കാം. തങ്കച്ച, നീ അങ്ങോട്ടാ എന്നെ ഈ വലിച്ചോണ്ട് പോണേ? ആ പെണ്ണ് പിടിക്കില്ലായിരുന്നപ്പോ ഓടിയില്ലായിരുന്നെങ്കിൽ എന്നെ പെണ്ണ് പിടിക്കാൻ നിന്നെ എന്നാ പറഞ്ഞോണ്ടാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നേ? എറണാകുളം കാണിക്കാന്നും പറഞ്ഞു. എന്നിട്ട് നീ എന്നെ കാണിച്ചേ? ഞാൻ എറണാകുളം കണ്ടു, തെറ്റായി പോയോ? എറണാകുളം കൊണ്ട് തെറ്റായി പോയി. നമ്മുടെ പാലാരാമപുരം അല്ല ഇത്, എറണാകുളം അറിയാമോ? കണ്ടോ വണ്ടിയൊക്കെ ചീരിപ്പായിന്ന് കണ്ടോ? ആ ആൾക്കാരൊക്കെ നോക്കുന്ന കണ്ടോ? നമ്മുടെ നാട്ടിൻപുറം അല്ല ഇത്, ആദ്യം അത് മനസ്സിലാക്കി. അമ്മച്ചി ഒറ്റ ഒരുത്തിയല്ലേ കാരണം മുടി മണക്കാൻ പറഞ്ഞതല്ലേ പറ്റിപ്പോയത്. എടാ നിന്നോട് ഞാൻ മുടി മണക്കാൻ പറഞ്ഞു, നീ എന്തിനാ ഇപ്പൊ കണ്ട പെണ്ണുങ്ങളുടെ മുടി മണക്കാൻ പോയി? അതാ ഞാൻ ചോദിക്കുന്നത്. എന്നെ കെട്ടുപ്രായം തികഞ്ഞിരിക്കുന്ന ചെറുപ്പക്കാരനെ ഞാൻ, എന്നെ കെട്ടിച്ചു വിട്ടില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. അമ്മച്ചിക്ക് അറിയാമോ, ഞാൻ കെട്ടുപ്രായം കഴിഞ്ഞ് നോക്കുക എന്റെ മൂക്കിൽ പല്ല് വരെ വന്നു. ഞാൻ നേരം വെളുത്തിട്ടും വായിലും പല്ല് തേക്കണം, മൂക്കിലും പല്ല് തേക്കണം. മൂക്കിലും വായിലും പല്ല് തേക്കാൻ ഞാൻ എന്നാ കാണിച്ചു? നീ എത്ര പെണ്ണുങ്ങളെ പോയി കണ്ടു? അതിന്റെ ഒരെണ്ണമെങ്കിലും ഇഷ്ടപ്പെട്ടോ? എല്ലാ പെണ്ണിനെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അമ്മക്കല്ലേ ഇഷ്ടപ്പെടാത്തത്. എനിക്ക് ഇഷ്ടപ്പെടുകയല്ല. നിന്നെ അങ്ങനെ പെട്ടെന്ന് അങ്ങ് കല്യാണം കഴിപ്പിച്ചു വിടാൻ ഞാൻ സമ്മതിക്കല. നീ കല്യാണം കഴിച്ചു വിട്ടാ നീ ആ പെണ്ണിന്റെ മൂടിയും മണത്ത് അങ്ങനെ നടക്കുമല്ലേ ഉള്ളൂ. എന്റെ അമ്മച്ചി, പിന്നെ ഞാൻ കല്യാണം കഴിച്ച പെണ്ണിന്റെ പുറകെ അല്ലാതെ അപ്പുറത്തെ വീട്ടിലെ ശാന്തയുടെ പുറകെ ഇനിയും ഞാൻ നടക്കണമെന്നാണ് അമ്മച്ചി പറയണേ. ശാന്തയുടെ പുറകെ നടക്കുന്ന കാര്യമല്ല എന്റെ തങ്കച്ച പറയുന്നേ. എടാ എനിക്ക് ആരുണ്ടോ എന്റെ പുറകെ നടക്കാൻ? ആരാടാ ഉള്ള തങ്കച്ച? അമ്മച്ചി എന്നെ വൃത്തിയായി പറയണേ. നിന്നെ ഞാൻ എത്ര അടുത്ത് കണ്ട് കാണിച്ചു? അതിന് നീ ഉത്തരം പറ. എത്ര സ്ഥലത്ത് നിന്നെ കാണിച്ചു? നിനക്ക് ഒന്നെങ്കിലും എന്റെ അമ്മച്ചി അതല്ലാന്ന്. എന്നെ കെട്ടിക്കൊണ്ട് അങ്ങോട്ടല്ല പോണേ, അവളെ കെട്ടിക്കൊണ്ട് ഇങ്ങോട്ടല്ല പോന്നെ. അപ്പൊ അമ്മച്ചിയുടെ കൂടെ ഞങ്ങൾ ഉണ്ടാവൂലേ? നീ ഉണ്ടായാലും ഉണ്ടായില്ലേലും എടാ ഇന്നത്തെ കാലത്ത് കല്യാണം കഴിച്ചവരുടെ അവസ്ഥ എന്നാന്നറിയോ? അതോ ഗതിയാണ്, മനസ്സിലായോ? നീ വാ. ഞാൻ ലാസ്റ്റ് ആയിട്ട് ഞാനൊരു കാര്യം പറയാം. ഇനി എറണാകുളത്ത് ഏതെങ്കിലും ഒരു കിടുക്കം പീസിനെ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ല പീസല്ല, ഏതെങ്കിലും കാണാനുള്ള ഐശ്വര്യമുള്ള ഒരു പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ വിളിച്ചോണ്ട് വീട്ടിലേക്ക് വരും. ചാലിക്കോട്ടയിൽ മാമച്ചന്റെ മകൻ തങ്കച്ചനാണോ ഈ വർത്താനം എന്നോട് പറയുന്നേ? അത് തന്നെയാണോ? അത് അമ്മച്ചിക്കല്ല അറിയുള്ളൂ, എനിക്കറിയാമോ? അത് തന്നെയാ. ആണോ? നീ മാറ്റിയൊന്നും നിൽക്കണ്ട. അത് തന്നെയാ. ഞാൻ അതിൽ ഉറപ്പിച്ചോ? ഞാൻ ഉറപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ എനിക്കും ഒരു ചെറിയ തീരുമാനം എടുക്കേണ്ട കാര്യമുണ്ട്. എന്നാ? എനിക്കും വേണം ഒരു കൂട്ട്. അമ്മച്ചി പ്രായത്തിൽ കല്യാണം കഴിക്കാൻ പോകണോ? ഇത് നീ കല്യാണം കഴിച്ച് പോയാൽ ഞാൻ ഒറ്റപ്പെട്ട് പോകില്ല. എനിക്കും വേണം കൂട്ട്, വേണം. എനിക്ക് വേണം. അമ്മച്ചി കൂട്ട് വേണം. അങ്ങനെയുള്ള ഒരു കാര്യം ചെയ്യാം. അമ്മച്ചിക്ക് പറ്റിയൊരു സ്ഥലത്ത് ഞാൻ കൊണ്ടാക്കാം. അവിടെ ഒരു കൂട്ടല്ല, ഒരുപാട് കൂട്ടുണ്ടാവും. ഒരുപാട് കൂട്ടുണ്ടാവും? എവിടെ? അത് വൃദ്ധസദനം. അങ്ങ് വാടാ തങ്കച്ച. ഇങ്ങോട്ട് ഇവിടെ നമുക്ക് വണ്ടി പിടിച്ച് പോകാല്ലേ? അത് പെണ്ണല്ല, ആണാ. ഇങ്ങോട്ട്. അതെ ഇങ്ങനെ നടന്നാ മതിയോ? ഇപ്പോഴെങ്കിലും അമ്മച്ചിക്ക് തോന്നിയില്ല എന്നെ ഒന്ന് കെട്ടിച്ചു വിടാൻ. തങ്കച്ച, ഈ ജന്മത്തെ നിന്നെ കെട്ടിച്ച് ഞാൻ വിടത്തില്ല. വിടത്തില്ല. നീ അതിനകത്ത് നീ വ്യാമോഹിക്കാൻ വേണ്ട കേട്ടോ. ഇല്ല, വിടത്തില്ല. അത് ഞാൻ തീരുമാനിച്ച കേസാണ്. ഇല്ല, വിടത്തില്ല.
എനിക്ക് സാധനം മേടിക്കണ്ടേ? വേണോ സാധനോ? ആ അവിടെയൊക്കെ ഭയങ്കര ക്യൂ ആയിരിക്കുമ്പോ ഭയങ്കര തിരക്കല്ലേ എറണാകുളത്തൊക്കെ. എടാ നിനക്ക് ഷർട്ടും ചീലയൊക്കെ വേണോ? ഷർട്ടിന് ശീലം മേടിക്കണ ആ. അമ്മച്ചി ഇവിടെ റേഷൻ തുണിയൊക്കെ നല്ല വില കുറച്ചിട്ടുള്ള സ്ഥലമുണ്ടെന്ന് പറഞ്ഞത്. നമ്മൾ ചുമ്മാ അന്വേഷിച്ചിട്ട് കണ്ട് കാര്യമില്ല. നമ്മൾ ചെല്ലുമ്പോൾ നാട്ടുകാർ ഇവിടുത്തെ നാട്ടുകാരാണെന്നുള്ള രീതി കാണിക്കണം. ഇല്ലെങ്കിൽ നമ്മളെ പറ്റിക്കും. നമ്മൾ നാട്ടിൻ പുറത്തെ നമ്മുടെ നാട്ടിൻ പുറം അല്ല ഇവിടം, അല്ലല്ലേ? എറണാകുളമാ. അപ്പൊ അമ്മച്ചി നമ്മൾ എങ്ങനെ ഈ അവിടെ ഇവിടുത്തെ ഭാഷ എങ്ങനെ സംസാരിക്കും? എടാ ഈ ചാളമേരിയൊക്കെ സംസാരിക്കല്ലടാ നമ്മൾ സീരിയലിനകത്ത് കണ്ടിട്ടില്ലേ? എറണാകുളത്തെ ഭാഷയില്ലേ, അങ്ങനെ പറയണം. അതെങ്ങനെയത്? അതിപ്പം നമ്മൾ അവിടെ ചെന്നിട്ട് ഇപ്പം ഞാൻ നിന്നോട് ചോദിക്കാം, എടാ മകനെ, എടാ തങ്കച്ചോ, എന്നാളമ്മേ നിനക്ക് ചുവാറ് വേണ്ടേ? എനിക്ക് ചുവാറ് വേണം. നിനക്ക് ചുവാറും മീൻകറിയും തന്നാലാ? എനിക്ക് ചുവാറും മീൻകറിയും തന്നെ ഞാൻ കുരങ്ങൻ തന്നെ കുഴച്ചങ്ങോട്ട് നമ്മള് പറഞ്ഞപ്പോ തന്നെ ആ പുള്ളിക്ക് മനസ്സിലായി നമ്മള് ഇവിടുത്തുകാരാണ്. ഇങ്ങനെ പറയണം. പിന്നെ കൈകാലാവത്തില്ലാത്തതാണ് അത് മറ്റേത്, അത് സിനിമയാ. സിനിമയാണോ? ആ അതല്ല, അത് വേണ്ട. ചുവാറ്, എടാ എനിക്ക് ചുവാറിഞ്ഞിട്ട് പോടാ. അങ്ങനെ അങ്ങനെ ഒരു കാര്യം ചെയ്യാം. നമുക്ക് ആ ഓട്ടോക്കാരനോട് ചോദിക്കാം. ഇങ്ങനെ തന്നെ ചോദിക്കണം. വില കുറച്ച് അതുപോലെ ചോദിക്കാം. ഇവനെ കണ്ടിട്ട് ഈശോയുടെ ഷേപ്പ് ഉണ്ട്, ഐശ്വര്യമുണ്ട്. ഈശോടെ എന്താ മോനെ നിന്റെ പേരെന്താണ്? സുരേഷ്. എനിക്ക് ഈശോ എന്നിടായിരുന്നു, അതായിരുന്നു നല്ല പേര്, അല്ലേ ടോണി അല്ലേ? മകനെ ഇവിടെയേ ഈ വില കുറച്ച് കിട്ടുന്ന സ്ഥലം എവിടെയാണുള്ളത്? അമ്മച്ചി എന്നാ പറയണേ, നമ്മളിവിടെ സ്ഥലം മേടിക്കാൻ വന്നാണോ? ഞാൻ ചോദിക്കാം. അതെ, ഇവിടെ ഈ വില കുറച്ച് സ്ഥലം കിട്ടുന്നത് എവിടെയാണ്? ഇവിടെ സ്ഥലത്തിനൊക്കെ ഭയങ്കര വില. അതല്ല ഉദ്ദേശിച്ചത്. ഇവിടെ സാധനങ്ങളൊക്കെ വില കുറച്ച് കിട്ടുന്ന സ്ഥലം എവിടെയാണ്? അതാ ഉദ്ദേശിച്ചത്. അത് മേനക. ആ പെണ്ണിന്റെ അടുത്ത് നിന്ന് ഞാൻ വില കുറച്ച് കിട്ടുമോ? എന്നാ മാമ നമുക്ക് ആ പെണ്ണിന്റെ അടുത്ത് കിട്ടുമോ? ഏത് പെണ്ണിന്റെ അടുത്ത്? മേനകയുടെ. ഇവൻ ആ വണ്ടിയെ വന്നപ്പോ തന്നെ ഇവൻ പ്രശ്നമാണ്. ഇവൻ ഇവിടെ കണ്ടപ്പോ തന്നെ, ഈ നാട് കണ്ടപ്പോ തന്നെ ഈ പെണ്ണിന്റെ പിന്നാലെ നടക്കുക. താങ്കൾ ഞാൻ പറഞ്ഞേക്കാം, ഞാൻ പറയുന്ന കേട്ടെന്റെ കൂടെ നിന്നോണം. അത് പെണ്ണല്ല, അത് സ്ഥലമാണ് മേനക. സ്ഥലത്തിന്റെ പേരാണ് മേനക. എന്നാ തൊട്ടടുത്തുള്ള സ്ഥലത്തിന് നമുക്ക് സുരേഷിന് പേരിട്ടാലോ? അപ്പൊ മേനക സുരേഷിന് ഇടാലോ, വിളിക്കാലോ. എന്റെ മകനെ അവിടം വരെ പോകുന്നതിന് എത്ര രൂപ ആവും? 80 രൂപ. 80 രൂപ? 80 രൂപയോ? ആരോടാണ് ഈ പറയുന്നത് 80 രൂപ അവിടം വരെ പോകുന്നതിന്? ഇടേ ഞങ്ങളേ ഉച്ച വരെ പണി എടുത്തു കഴിഞ്ഞാൽ കിട്ടും 80 രൂപ. അപ്പൊ അത് മൊത്തം ഇവന് കൊണ്ട് കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഞങ്ങളേ ഈ നാട്ടുകാര് തന്നെയാണ് കേട്ടോ, ഞങ്ങളെ പറ്റിക്കാൻ നോക്കണ്ട. 80 രൂപ. മകനെ സുരേഷേ, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, 40 രൂപ അങ്ങ് തരും. അമ്മച്ചി വേണോ? ഞാൻ കാര്യം പറയാം. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, ഞാൻ ഓട്ടോ കയറി ചുമ്മാ ഇരുന്നാൽ മതിയോ? അങ്ങോട്ടുണ്ട് ഇങ്ങോട്ടില്ല. ഇല്ല, 40 രൂപ വരും. അത് നടക്കൂല, ഞാൻ തിരിച്ചു തന്നെ വരണ്ടേ? തിരിച്ച് തന്നെ വന്നേന്നോ? ഇതെന്നാ അമ്മച്ചി പറയണേ? ഇവൻ അവിടെ നിന്ന് ഇവിടെ വരെ പട്ടാ പകൽ വരാൻ നിനക്ക് പേടിയാണ് ഇറങ്ങാൻ? കാര്യം ചെയ്യടാ, നീ ഇവന്റെ കൂടെ പോയിട്ട് ഇവനെ തന്നെ വിടണ്ട, നീ പോക്കും. ആണോ? പോയിട്ട് വാ. ഞാൻ കൂട്ടിന് വരാം, പക്ഷെ എന്നോട് പൈസ ഒന്നും ചോദിക്കരുത്. എടാ ഞങ്ങളെ ഒന്ന് കൊണ്ട് എത്തിക്കടാ, 40 രൂപ തരാന്ന് പറഞ്ഞില്ല മകനെ? 80 രൂപ. പിടിച്ചേ, കൈ കാണിച്ചേ. നീ കാണിച്ചത് എന്തായിരുന്നു മേടിക്ക് നീ? നമ്മളൊന്നും അല്ലെങ്കിലും മലയാളികളല്ലേ ചേട്ടാ. അമ്മച്ചിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് സംഭവം? കുഴപ്പമില്ല. അപ്പൊ കാര്യം നടന്നോ? ഇതാണ് ബുദ്ധിപരമായിട്ട് നമ്മൾ കാര്യം നീക്കി കഴിഞ്ഞാൽ കുഴപ്പമില്ല. അല്ല നമുക്ക് അവന്റെ വണ്ടി കയറി പോകണ്ടേ? എന്റെ അമ്മച്ചി വണ്ടി കയറി കഴിഞ്ഞാൽ 40 രൂപ കൊടുക്കണ്ടേ? വണ്ടി കയറി 80 രൂപ കൊടുക്കണ്ടേ? ഇപ്പൊ 40 രൂപയിൽ കാര്യം നടന്നോ? എടാ എന്റെ ഇരുന്ന് 40 രൂപ നീ അവന് കൊടുത്തില്ലേ? കൊടുത്തു. അപ്പൊ നമ്മള് വണ്ടിയെ കയറണ്ടേ? എന്റെ അമ്മച്ചി വണ്ടി കയറി കഴിഞ്ഞാൽ 80 രൂപ കൊടുക്കണ്ടേ? 80 രൂപ കൊടുക്കണം. ഇപ്പൊ നമ്മൾ 40 രൂപയല്ലേ കൊടുത്തോളൂ? 40 രൂപ കൊടുത്തോളൂ. 40 രൂപ നമുക്ക് ലാഭമല്ലേ? 40 രൂപ ലാഭ. ഇതാണ് പറഞ്ഞത്, നമ്മൾ ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ നീക്കി കഴിഞ്ഞാൽ നമ്മളെ പറ്റിക്കാൻ ആർക്കും പറ്റില്ല. ഓ എന്റെ തങ്കച്ച, ഞാൻ പണ്ട് തന്ന ചക്കക്കുരുവും ചക്കയൊക്കെ ആടാ നിന്റെ ഈ ബുദ്ധി. ഇനി എന്നായാലും നമുക്ക് മറ്റേ ശങ്കറിൻ്റെക്ക് പോവാം. ശങ്കറല്ല, മേനക. ശങ്കറും മേനകയും അത് തന്നെ. ഇവനൊക്കെ എന്നത് കൊടുത്തിട്ടാ ഇങ്ങനത്തെ ബുദ്ധി വരുന്നതെന്ന്. കച്ചറയുള്ളൊരു കൊച്ചിയിലെത്തിയ മച്ചുണനാരാണേ, കൊച്ചിയെ കണ്ടാര് പറഞ്ഞേ. കച്ചറയുള്ളൊരു കൊച്ചിയിലെത്തിയ മച്ചുണനാരാണേ. ഓണം പത്തേക്കല്ലേ, അപ്പം ഞാൻ ചെറുക്കനെ കൂട്ടിക്കൊണ്ട് വന്നാ.
അവനെ അവിടെ അമ്മച്ചി ആള് മാറിപ്പോയി. ആ നീയല്ലേ അപ്പം ഞാൻ വെച്ചാൽ നീക്ക് ഇവിടെ വരുമ്പോൾ ഒത്തിരി ആൾക്കാരെ കാണും. അപ്പം നീ അതൊന്നും മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട കേട്ടോ. അതായത് ഈ ബോട്ട് ചെട്ടിന്ന് വേണോടാ സാധനങ്ങൾ മേടിക്കാൻ, അവിടെ വിലക്കുറവെന്ന് എല്ലാവരോടും പറഞ്ഞു. എന്നാണ്ട് എവിടെ പോയിട്ട് വരുന്ന വഴിയാ? അതെയോ, ഞാൻ എൻ്റെ കൂടെ എൻ്റെ മോനുണ്ടായിരുന്നു തങ്കച്ചൻ. അവനെ ഇത്ര നേരം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ഇവിടുന്ന് സാധനം മേടിക്കാന്ന് പറഞ്ഞിട്ട് അവനെ കണ്ടില്ല. നീ കണ്ടായിരുന്നോ എൻ്റെ കൂടെ വരുന്നു? കണ്ടില്ലല്ലേ? ഇനിയിപ്പോൾ ഞാൻ എവിടെ പോയി കണ്ട തപ്പു? ഷൂട്ടിങ്ങിന് ഓക്കെ. അല്ല ഹലോ, എനിക്ക് ഇഷ്ടപ്പെട്ടു നിന്നെ. ഞാൻ കണ്ടിട്ടുണ്ട് നിന്റെ സീരിയലിന്റെ. എനിക്ക് ഭയങ്കര നിന്നെ ഒത്തിരി കണ്ടിട്ടുണ്ട് സീരിയലിന്റെ. ഞാൻ പാലായത് രാമപുരത്ത് നിന്ന് വരുന്ന വഴിയാണ്. കുറ്റിപ്പറിച്ചിറങ്ങിയെന്ന് വെച്ചാൽ എന്റെ മോൻ ഇവിടെ ഒന്നും കണ്ടിട്ടില്ല. ഞാനും പണ്ടൊക്കെ എന്റെ കെട്ടിയവനുമായിട്ട് വന്നിട്ടുണ്ട്. അവനുമായിട്ട് ആദ്യമായിട്ട് വരുന്ന ഇതെല്ലാം ഒന്ന് കാണിക്കാന്ന് വരുത്തിട്ട്. പിന്നെ വേറൊരു കാര്യം എന്താണെന്നറിയോ, നിന്നെ കാണണം എന്ന് ആഗ്രഹിച്ചിരുന്നാണ്. ദൈവമാണ് എന്റെ മുന്നിൽ കൊണ്ട് നിന്നെ നിർത്തിയത്. ഓ സന്തോഷം. സുമേഷ് എന്നല്ലേ പേര്? അതെ സുമേഷ് എന്റെ പേരോ? അല്ലല്ല, ഞാൻ കണ്ടിട്ടുണ്ട്. സുമേഷ് എന്നാ നിന്റെ പേര്. അതാ ക്യാരക്ടറിന്റെ പേരല്ലേ പറയട്ടാ. നീ ഒറ്റ ഒരുത്തിനെ എന്റെ മോനെ കള്ളുകൂടി പഠിപ്പിച്ചത്. ഞാനോ? അതെ എന്റെ മോന് കള്ളെന്ന് പറഞ്ഞ സാധനം തോടത്തില്ലായിരുന്നു. നീ എന്നെ ആരോടാ പറയുന്നത്? എന്റെ മോൻ കള്ള് തോടത്തില്ലായിരുന്നു. എന്നെ കള്ളുകൂടി പഠിപ്പിച്ചു നീ ഒറ്റ ഒരുത്തിനാ. നീ നിന്റെ കുടുംബം മൊത്തം കള്ളുകൂടി അല്ലേ ജീവിക്കാതെ കാണിക്കുന്നത്? നീ എത്ര പേരെ കുടുംബം നയിപ്പിച്ചു? എന്റെ ഇറങ്ങൽ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഞാൻ നിന്നെ അവനെ ഞാൻ വിളിച്ചില്ല. അവനിങ്ങ് വരട്ടെ. ഈ എറണാകുളത്ത് എന്തോരം പെൺപിള്ളേരാ. നീ എന്നാ നിന്റെ അത് കേടപെടുന്നേ? എടാ നീ ഒരു കുടുംബം നശിപ്പിക്കുന്ന കാര്യം ഓർക്കണം. ഇവന്റെ ഫാമിലി എല്ലാവരും നീ അതിന്റെ അകത്ത് സീരിയലിന്റെ അകത്ത് കള്ളുകൂടിയല്ലേ? അമ്മച്ചി ഒരു കാര്യം പറയട്ടെ, ഈ പൊതുജനങ്ങൾ ഇത് കേട്ടോണ്ടിരിക്കുമ്പോ അവരാകെ തെറ്റിദ്ധരിക്കും. അത് സീരിയലിന് വേണ്ടി കള്ളു കുടിക്കുന്നതാണ്. ആ ക്യാരക്ടർ ഒന്നാണത്. സീരിയലിന്റെ അകത്ത് സീരിയലിന് വേണ്ടിയാണ് അത് കള്ളു കുടിക്കുന്നത്. കള്ളു കുടിക്കുന്ന സീരിയലിന്റെ അത് കണ്ടല്ലേ ആൾക്കാർ പഠിക്കുന്നേ. ആണിനെ കയറി പിടിക്കണോ? അമ്മച്ചി കാണാൻ കൊള്ളാവുന്ന ചെറുപ്പക്കാരൻ നടുറോട്ട് വെച്ച് കയറി പിടിക്കുന്നത് ശരിയാണോ? നിന്റെ അപ്പനാ കയറി പിടിച്ചത്. അപ്പൊ ഇപ്പൊ അമ്മച്ചിയല്ലേ കയറി പിടിച്ചേ? എടാ ഞാൻ കയറി പിടിച്ച എന്തിനാണെന്നറിയാവോ? ഈ മനുഷ്യന്റെ മുഖത്തോട് നോക്ക്. മനസ്സിലായോ നിനക്ക് ഇയാളെ? എനിക്ക് മനസ്സിലായി. എന്റെ മോൻ തങ്കച്ചൻ. അല്ല ഇത്ര കിളിക്കാതിരിക്കുന്നേ? അല്ല വെള്ള ഷർട്ട് മേടിച്ചു കൊടുത്താ നന്നായി. അനാ ആളെ കാണാൻ പറ്റില്ലായിരുന്നു. ഒരു തങ്കച്ചൻ വന്നേ പയ്യൻ പൊക്കള് നോക്കി ഉറിഞ്ചൊരു കുത്തുകുത്തിയാണല്ലോ മൂത്രം ഒഴിക്കണേ. ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ട് ഞാൻ കൊച്ചുണ്ടാകാതിരുന്നിട്ടുണ്ടായ അവനാ തങ്കച്ചൻ. അറിയാവോ? ഉരുളി കമത്തിയ. പക്ഷേ ഈ ഒറ്റ ഒരുത്തിനാണ് ഇവന് സ്വഭാവ ദൂഷ്യം ഉണ്ടാക്കിയത്. നീ ടി വിക്കകത്ത് കള്ളുകുടിക്കുന്ന കണ്ട് ആ കള്ളുകുടിയെ പ്രോത്സാഹിപ്പിച്ചാണ് ഇവൻ കള്ളുകൂടി തുടങ്ങിയത്. അയ്യോ അത് ഈ ചേട്ടൻ ചോദിക്കടാ. ചേട്ടൻ കള്ളു പിടിക്കണ അതിന്റെ രസം പിടിച്ചാ ഞാൻ കള്ളുകൂടി തുടങ്ങിയത്. എന്നെ കണ്ടുപിടിച്ചിട്ട് നീ ഇതിന് സമാധാനം പറഞ്ഞിട്ട് പോയാൽ മതി. എന്റെ ചെറുക്കൻ കള്ളുകൂടി പറഞ്ഞു മനസ്സിലാക്ക്. ചേട്ടാ പ്രശ്നം നിങ്ങൾ എന്റെ കണ്ടിട്ടാണെങ്കിൽ നിങ്ങളുടെ മോൻ കള്ളുകൂടി പഠിപ്പിച്ചു. നീ കള്ളു കുടിക്കുന്നത് കണ്ടിട്ട് അവൻ കള്ളുകൂടി തുടങ്ങിയത്. കാര്യമുണ്ട്. ഞാൻ കള്ളല്ല കുടിക്കുന്നത്. ഞങ്ങൾ മദ്യമാണെന്നും പറഞ്ഞിട്ട് കട്ടൻ ചായയിൽ മറ്റേ കുപ്പിക്കകത്തൊഴിച്ച് അങ്ങനെയാണ് ഞങ്ങൾ അത് കുടിക്കുന്നത്. അത് മദ്യമല്ലത്. അമ്മച്ചി സീരിയൽ നടനാ വലിയ ശമ്പളം കിട്ടുമെന്നല്ലേ നമ്മൾ ഓർത്തോണ്ടിരുന്നേ. ഇവർക്കൊന്ന് 5 പൈസ കിട്ടണല്ലോ അമ്മച്ചി. ഇവര് കള്ളാന്ന് പറഞ്ഞിട്ട് കുടിക്കണത് കട്ടൻ ചായ. നീ കുടിക്കുന്ന ഞാൻ ഒറിജിനൽ കള്ള. നീ ഒറിജിനൽ കള്ള്. ഇത് ആരുടെ ജീവിതാ പോകുന്നത്? നീ കണ്ട ടിവിയും അതും ഇതെല്ലാം കണ്ടിട്ട് നിന്റെ ജീവിതം അല്ലടാ പോയത്. നീ ഇത്രയും കാലം നീ ഈ കാരണം നീ നിന്റെ ജീവിതം നശിപ്പിച്ചേ. അറിയാമോ? എന്റെ മകനെ ജീവിതം. അമ്മച്ചി ഒരു കാര്യം ചെയ്ത് ഞാൻ പറഞ്ഞ അവനോട് മനസ്സിലാക്കാം. നീ ഇനി കള്ളു കുടിക്കോ? ഇനി ഞാൻ കള്ളു കുടിക്കൂല. കട്ടൻ ചായ കുടിച്ചാ മതി. അമ്മച്ചി ഇവിടെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം. അതെ അല്ല പോരുത്. അമ്മച്ചി കുഗ്രാമത്തിൽ ജനിച്ചാലുകൊണ്ടേ പെട്ടെന്ന് ഇങ്ങനെ സീരിയൽ നടന്മാരെ കണ്ടപ്പോ ഒരു വിവരമില്ലെന്നേ. സാരമല്ല, നമുക്കൊക്കെ സർവ്വസാധാരണമാണല്ലോ. അല്ല ഞങ്ങൾ ഇങ്ങനെ പുറത്തിറങ്ങി നടക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അല്ല നിങ്ങളുടെ കഥാപാത്രങ്ങൾ വിജയിച്ചതിന്റെ ഒരു സംഭവമാണ്. അതെ കഥാപാത്രങ്ങൾ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നതിന്റെ ഭാഗമാണല്ലോ ഈ ആൾക്കാരൊക്കെ. അല്ല എന്നാൽ ഇങ്ങനെ തള്ളമാരൊക്കെ അങ്ങനെ ചെയ്യണം മോശമല്ലേ? അതിനുവേണ്ടി ഞാൻ ക്ഷമ ചോദിക്കുന്നു. വേണ്ട സാരല്ല, നമ്മുടെ അമ്മച്ചല്ലേ. അതല്ലേ സാരല്ല അല്ലേ? ഓക്കെ കാണാം. അല്ല ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ. ഞങ്ങള് ചോദിക്കാൻ വന്നത് എന്ന് വെച്ചാലേ നിങ്ങൾ ഈ കാണാൻ കൊള്ളാവുന്ന സീരിയൽ നടിമാരുടെ കൂടെ അഭിനയിക്കുമ്പോഴേ ഇഴുകിച്ചേർന്ന് അഭിനയിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ തോന്നാറുണ്ടോ? അതെന്ത് തോന്നാം. അതോരോ ക്യാരക്ടർ, ഓരോ കഥാപാത്രങ്ങൾ നമ്മൾ അത് സ്വീകരിച്ചിട്ട് അത് അവരുടെ കൂടെ ചിലപ്പോൾ നമ്മുടെ ഭാര്യയായിട്ട് അഭിനയിക്കും, ചിലപ്പോൾ കാമുകിയാവും, ചിലപ്പോൾ അനിയത്തി. അതങ്ങനെ അതൊന്നും എന്ത് തോന്നാനാ?
അതല്ല ഇവര് നമ്മുടെ അമ്മയും പെങ്ങളൊന്നും അല്ലല്ലോ നമ്മുടെ അല്ല അല്ലേ? അപ്പൊ നമ്മൾ ഇവരുടെ കൂടെ അഭിനയിക്കുമ്പോ എന്തായാലും എന്തെങ്കിലുമൊക്കെ തോന്നൂലേ? എന്ത് തോന്നാൻ, കാരണം എത്ര ആൾക്കാർ ഇതുപോലെ എത്രയോ പേര് ഇങ്ങനെ നിൽക്കുന്നു. അതുപോലെ തന്നെ ഡയറക്ടർ ഉണ്ടാവും, പ്രൊഡ്യൂസർ ഉണ്ടാവും, കോ ആർട്ടിസ്റ്റുകൾ ഉണ്ടാവും. പിന്നെ നമുക്ക് അതിന്റെ ആവശ്യമില്ല. ഒന്നും തോന്നില്ല. ഒന്നും തോന്നൂലേ? എന്ത് തോന്നാ, ഒന്നും തോന്നില്ല. ഒന്നും നമ്മൾ കഥാപാത്രമായിട്ട് നിൽക്കുകയാണല്ലോ, എന്ന് തോന്നാൻ. ചേട്ടാ ഇപ്പൊ നമ്മളെ ഒരു ഉച്ച സമയത്ത് ഒരു 3 പ്രാവശ്യം ചോറ് മേടിച്ചുകൊണ്ട് 4 പ്രാവശ്യം കൊണ്ടുവന്നിരിക്കട്ടെ. ഒരു മാഷ് വന്നു വെച്ചാൽ നമ്മുടെ കയ്യിൽ ലഡു വന്നിട്ട് തിന്നടാന്ന് പറഞ്ഞ് തല്ലി തിരിഞ്ഞ ലഡുവിന് മധുവില്ലാണ്ടിരിക്കും. താൻ എന്താ പറയുന്നത്? താൻ എന്താ ഉദ്ദേശിച്ചത്? ഇവിടെ ഞങ്ങളുടെ സഹപ്രവർത്തകരാണ്, ഞങ്ങളുടെ സഹോദരങ്ങളാണ് അവര്. അവരുടെ കൂടെ അഭിനയിക്കാൻ ഞങ്ങൾക്കൊന്നും തോന്നൂല. ഒന്നും തോന്നൂല. ഇത്ര സുന്ദരിയായ പെണ്ണിന്റെ കൂടെ അഭിനയിക്കാൻ ഒന്നും തോന്നൂല. ഇവിടെ ഞങ്ങൾ അഭിനയിക്കില്ല, ഞങ്ങൾക്ക് എങ്ങനെ തോന്നുന്നത്? ഞങ്ങളുടെ സഹോദരികളല്ലേ അത്. ഒന്നും തോന്നൂല. എന്നാ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയി കാണൂ കേട്ടോ. എന്തേ? നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഹോസ്പിറ്റലിൽ പോയി നീയൊക്കെ പുരുഷന്മാർക്ക് അപമാന. ഇത്ര നല്ല സൗന്ദര്യം വെച്ചിട്ട് ഒരു പെണ്ണിനെ ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞു പെരുമാറിയിട്ട് അയാള് അമ്മച്ചി അവനാണ് പിടിച്ചത്. ഞാനല്ല തിരിച്ചത്. നീ എന്നെ കള്ളുകൂടിയും പഠിപ്പിച്ചു. ഇനി അവനെ വേണ്ടാത്ത പലതും നീ അവനെ പഠിപ്പിക്കാൻ വേണ്ടിട്ടില്ല. നീ ഇവനും കൂടെ കൂട്ടുകൂടുന്നേ. എന്നാൽ ഇത്ര സൗന്ദര്യം വെച്ചു നീ പെണ്ണുങ്ങളോടൊന്നും തോന്നൂല എന്ന് പറഞ്ഞ നിന്നെ കൊണ്ടുപോയി. എന്താൾക്കാരിത്? എവിടുന്ന് വന്നവര്? സെലിബ്രിറ്റീസിൽ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ. അല്ല, ആരെങ്കിലും കണ്ട? മറൈൻ ഡ്രൈവ് ഉണ്ട്. ചിലപ്പം ആരും കാണാൻ വഴിയില്ല. സാരമില്ല, അങ്ങോട്ടല്ല ഇങ്ങോട്ട്. ഇങ്ങോട്ട് വാ. വലിക്കുന്നേ എന്നാന്നേ? അമ്മച്ചി വിശന്നിട്ട് പാടില്ല. ഇനി എന്തെങ്കിലും തിന്നാതെ ഒരടി നടക്കാൻ പറ്റില്ല. പോത്തെ 2 പ്ലേറ്റ് കപ്പ ഒരു പോത്ത് കറിയും വലിച്ചു കയറ്റിട്ടാണോ നീ ഇങ്ങോട്ട് വന്നത്? എന്റെ അമ്മച്ചി അതാ വില്ലാഞ്ചിറ വളവ് ഇങ്ങനെ തിരിഞ്ഞു വന്നില്ലേ? അപ്പൊ എനിക്ക് തല ഇറങ്ങി ഛർദ്ദിക്കാൻ വന്നിട്ട് മൊത്തം ഛർദ്ദിച്ചളഞ്ഞില്ലേ? മൊത്തം ഛർദ്ദിച്ചോ? പിന്നെ നമുക്ക് ഇവിടെ കയറി എന്തെങ്കിലും കഴിക്കാൻ വാ. ഇവിടുന്ന് 2 കോലുമിട്ടായും 1 ഗ്ലാസ് മോരും വെള്ളവും കഴിച്ചു കഴിഞ്ഞാൽ നിനക്ക് ആ ക്ഷീണമൊക്കെ മാറിക്കോളും. അമ്മച്ചിയുടെ കാര്യം പറഞ്ഞ കോലുമുട്ടായും മോരും വെള്ളം കുടിക്കാനാണെങ്കിൽ പാലായിൽ എന്നാ പറയാ, എറണാകുളത്തോട്ട് വന്നോ ഇങ്ങോട്ടും ഇതിനകത്ത് കയറി എന്തെങ്കിലും തിന്നാം. ഇവിടെ ഭയങ്കര വിലയാകുന്നു. അമ്മച്ചി ഹോട്ടൽ മേടിക്കണ കാര്യമല്ല പറഞ്ഞ, അതിന്റെ കയറി എന്തെങ്കിലും കഴിക്കണ കാര്യമാണ് പറഞ്ഞേ. തങ്കച്ച അത് തന്നെയാ പറഞ്ഞത്. നമ്മുടെ എന്റെ കയ്യിലുള്ള പൈസ നമുക്ക് കുറച്ചേലും തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകണ്ട. ഈ തിന്നാ മാത്രം മതിയോ? അത് മതി അമ്മച്ചി. ഇത് വലിയ ഹോട്ടലാടാ. ഇത് ഇവിടെയൊക്കെ കയറി ഞാൻ എന്നെ ചേട്ടാ കഴിക്കാനുള്ള നിന്റെ കിളിയെ കണ്ടാച്ചാ മതി. എങ്ങനെയുണ്ടെന്ന് കളർ ടി വി നല്ല തെളിച്ചോ അല്ലേ? നല്ല തെളിച്ചോ. എന്റെ മോന്തര തെളിച്ചങ്ങ് മാറിയിട്ടുണ്ട് ഞാൻ പറഞ്ഞേക്കാം. അയ്യോ അമ്മേ, ഇത് നമ്മുടെ അവിടെയുള്ള കൊച്ചു കളിച്ചാറിന്റെ ചായക്കടയല്ല. ഇത് കൊച്ചു കളിച്ചാറിന്റെ ചായക്കട ഇതിൽ നല്ലത്. എനിക്ക് ഇവിടെ വന്ന് കയറിപ്പോ തൊട്ടെ ആകെപ്പാടൊരു ചൊറിച്ചിലോ അസ്വസ്ഥതയോ. അത് ഇവിടെ വന്നോണ്ടല്ല, വല്ലപ്പോഴും കുളിക്കണം. തങ്കച്ച ഞാൻ മോന്തെ അടിച്ച് ഞാൻ പൊട്ടിക്കും. ഞാൻ പറഞ്ഞ കേട്ടോ, ഞാൻ എറണാകുളം നോക്കുന്നില്ല. ഞാൻ എറണാകുളമാണ് സ്റ്റാൻഡേർഡ് ഹോട്ടൽ. അതൊക്കെ സംസാരിക്കേ. ഓ എന്നാ പോവല്ലേ? നമ്മുടെ നാട്ടിലേക്കാളും ഭയങ്കര സെറ്റപ്പ് പോവാട്ടോ അമ്മച്ചി. നമ്മുടെ നാട്ടിലെ പൂവിന്റെ ഒരു മണമൊന്നുമില്ല. ആദ്യം മനസ്സിലാക്കി. നാട്ടിൽ എപ്പോഴും നന്മയുണ്ട്. ഇവിടെ നന്മയില്ല, മൊത്തം പറ്റീര. ഈ ആളുകൾ പറ്റിക്കണം നമുക്ക് സഹിക്കാം. ഈ പൂച്ചെടികൾ വരെ നമ്മളെ പറ്റിച്ചാൽ നമുക്ക് സഹിക്കാൻ പറ്റും. സഹിക്കല്ല. നീ ഇപ്പൊ എന്നെ പറ്റിച്ചോണ്ടിരിക്കുക. ഇവിടെ വന്ന് കയറുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല തങ്കച്ച. ഉള്ള കാര്യം പറയാം. അതെന്നെ അമ്മച്ചി ഇങ്ങനെ തോന്നാൻ കാരണം? എന്നാ തോന്നാൻ കാര്യം എന്നാ? അമ്മച്ചിയെ പൈസ കൊടുക്കണം, അതുകൊണ്ടാ ഞാൻ പൈസ കൊടുക്കണം. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ തോന്നാത്തത്. അത് തോന്നിയല്ല. സ്വന്തമായിട്ട് കഷ്ടപ്പെട്ടാലേ അതിൻ്റെതായ പൈസയുടെ വിലയും അറിയത്തുള്ളൂ. അറിയാവോ? നീ വായി നോക്കി എല്ലാം എന്തെങ്കിലും പറഞ്ഞ കഴിക്കുന്നുണ്ടോ എല്ലാം വേണം കഴിക്കും. എനിക്കൊന്നും ഒരു സാധനം എനിക്കൊന്നും വേണ്ട തങ്കച്ചാ. നീ എനിക്ക് ഇഷ്ടമുള്ള നീ മേടിച്ച് കഴിച്ചു. എനിക്കൊന്നും വേണ്ട. പറഞ്ഞോ എന്നാന്ന് വെച്ചാല് ഞാൻ വിളിക്കാം. വെയിറ്റർ വെയിറ്റർ പീറ്ററോ? പീറ്ററല്ല, സിനിമയിലൊക്കെ കണ്ടിട്ടില്ല. വലിയ വലിയ സിനിമയിലൊക്കെ വെയിറ്റർ എന്ന് വിളിക്കുമ്പോൾ വന്നിച്ച് നമുക്ക് ഭക്ഷണമൊക്കെ വിളമ്പി തന്നെ ആരെ വിളിക്കണേ. നമ്മൾ ഇവിടുത്തുകാരാണ്. എനിക്കൊന്നും വേണ്ട കേട്ടോ. പറഞ്ഞു വെയിറ്റർ മോനെ. കണ്ട അയൽക്കൂട്ടാണ്. എന്നെ സാറേ നീ എന്തിനാ അങ്ങനെയൊക്കെ പറയാൻ പോയെ തങ്കച്ച? നീ എന്നാടാ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഒരാളെന്റെ മുഖത്ത് നോക്കി എന്നെ സാറേന്ന് വിളിക്കണേ. നാട്ടിലൊക്കെ സായിയുടെ പകരം വേറെ സാധനം ചേർത്താ വിളിക്കാൻ സഹിക്കാൻ പറ്റുന്നില്ല. നീ ഒരു കാര്യം ചെയ്യ മോനെ. ഒരു ബോണ്ട ഉണ്ടോടാ? അല്ലേ വേണ്ട. നീ
ഉണക്ക കപ്പയും മുള്ളം വറുത്തതും അവന് ഭയങ്കര ഇഷ്ടമാണ്, കൊടുത്തു. എൻ്റെ അമ്മച്ചി നമ്മളിവിടെ പീച്ചാട്ട പാടത്ത് കൊയ്യാൻ വന്നാണ്. ഇതാണോ തിന്നുന്നേ? എന്താ സാർ മെനു? ആ അമ്മച്ചി ഇതാ മെനു. മെനു അല്ലേ? പേനയുണ്ടോ? ദാ, നീ എന്നെ കാണിക്കാൻ പോണേ? നീ എന്നെ ഒപ്പിടരുത്. നീ എന്നാ വിചാരിച്ചോണ്ട നീ ഒപ്പിടാൻ പോണേ? നമ്മുടെ ആധാരമാണോ എന്ന് നോക്ക്. ആധാരത്തിൽ അങ്ങനെ ഒപ്പിട്ട് കഴിഞ്ഞാൽ നിനക്കുള്ള നിന്റെ വീതം നഷ്ടപ്പെടും കേട്ടോ. അതേ എനിക്ക് പറയാനുള്ളൂ. സ്ഥലം പോയാലും വേണ്ടില്ല, ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി. അമ്മച്ചൊന്നും ഉണ്ടാതിരിക്കും. 2 ചായ. 2 ചായക്കൊക്കെ ഒപ്പിട്ട് കൊടുക്കണം. എനിക്കറിയത്തില്ല, നിനക്ക് തലയ്ക്ക് വലിയ വെളിവുണ്ടോ? ഞാൻ അവിടെ മര്യാദയ്ക്ക് നമ്മൾ 2 ചായ എന്ന് പറഞ്ഞാൽ ചായ കൊണ്ട തരുന്നത്, അല്ലാണ്ട് ഒപ്പൊന്നും ഇട്ടിട്ടൊന്നല്ല. നീ ആദ്യം മനസ്സിലാക്കേണ്ടത് അത് ആധാരമാണോ എന്ന് എനിക്കിപ്പോൾ അറിയണം. ആധാരമാണോ ഒപ്പിട്ടത്? ആണോ? ആധാരം മീൻ്റെയും കപ്പപ്പുഴുക്കിൻ്റെയും ഇത് പോലെ മിണ്ടരുതാവും പോട്ടെല്ലാം മെനു കൊണ്ടുവരും. ചായല്ലേ പറഞ്ഞത്? അതെ. നീ പുട്ട് നീ പറഞ്ഞായിരുന്നു. പുട്ട് ഞാൻ പറഞ്ഞില്ലായിരുന്നല്ലോ. ആരാണ്ട് ഓർഡർ ചെയ്ത സാധനമൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചേക്കും. എടാ, അമ്മച്ചി അവിടെ ഇരിക്കും. ഞാനത് ഇനി ആ മെനു കൊണ്ട് വന്നാലോ? ഇത് കണ്ട നമുക്ക് തൃപ്തിപ്പെടാം. അത് തുടണ്ട, അത് മാറ്റി വെച്ചാൽ. അമ്മ ഇത് നമ്മളേ പണ്ട് LC പെറ്റി കിടക്കാൻ വന്നപ്പോൾ ആ, ചായ മേടിക്കാൻ കൊണ്ടുവന്ന് തന്നുവിട്ട സാധനമല്ലേ ഇത്? അത് മറ്റേ ഫ്ലാസ്ക് അല്ലേടാ? ആ അതെ. അത് അതെ. അന്ന് കുട്ടിച്ചാത്തം പോലെ പുക കൊല്ലും. അമ്മ ഇത് ചായ. അത് വലിയ വലിയ ഹോട്ടലായതുകൊണ്ട് അമ്മയ്ക്ക് മനസ്സിലാവാത്തത്. കണ്ടോ ചായ ഉണ്ട്. ചായ ആണോടാ പൊട്ടാ? ചൂടുവെള്ളമാ. നീ ചൂടുവെള്ളമാ. ചൂടുവെള്ളം നീ എടാ അവിടെ ചായ പുട്ടൊന്നും ഇല്ല. ചായ അവിടെ ഇരിക്കമ്മേ. അമ്മേ വേറെ സംഭവം ഉണ്ട്. ഇതെന്നാന്നറിയാമോ? പഞ്ചസാര. എനിക്ക് പഞ്ചസാര വേറെ കൊണ്ട് തന്നെ. ചായപ്പൊടി നമ്മൾ അധികം എടുക്കുമെന്ന് ഓർത്തിട്ട് അവർ നമുക്ക് അളന്ന് തന്നതാ. എടാ അന്ന് പിന്നെ നമുക്ക് ചായ പറഞ്ഞപ്പോൾ ചായ അല്ലേ തരണ്ടേ? തേയിലപ്പൊടിയും പഞ്ചസാരയൊക്കെ തരേണ്ട കാര്യം എന്നാണ്? വലിയ വലിയ ഹോട്ടലുകൾ ഇങ്ങനെയാമേ. ഇപ്പൊ ഓക്കെ ആയി. അയ്യോ എന്നാ ഇതിട്ടിട്ട് ഇങ്ങനെ ടാറ്റടാ. ഇതിനകത്ത് ടാറ്റ ആറ്റരുത്. ചിലപ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് ഇല്ലാന്ന് കരുതിയാലോ. ഇങ്ങനെ തന്നെ കുടിക്കാം. എനിക്ക് വേണ്ടത് ഇത് സ്റ്റാൻഡേർഡ് ഇല്ലാത്ത തള്ള. വാവ്, ഇത്രയും നല്ല ചായ ഞാൻ എൻ്റെ ജീവിതത്തിൽ കുടിച്ചിട്ടില്ല. നമ്മൾ തന്നെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ഇല്ല അമ്മേ. അത് ഞാൻ കുടിച്ചില്ല, നീയല്ലേ മൊത്തം കുടിച്ചേ. അത് അമ്മച്ചി ഒന്ന് കുടിച്ചു നോക്കി. നല്ല ഒരു ബിരിയാണി വേണമായിരുന്നു, പക്ഷെ ഉണ്ടാക്കാൻ അറിയില്ല.